നമ്മള് ചെണ്ടയിൽ നിന്ന് നേരെ പോകുന്നത് നമുക്ക് ഇടയ്ക്കയിലേക്കാണ്. കൃഷ്ണകുമാർ കൂടെ ചേരുകയാണ് അപ്പോൾ നമ്മളോടൊപ്പം. അപ്പോൾ നമുക്കൊന്നേ ഒന്ന് കൊട്ടി തുടങ്ങാം ചെറുതായിട്ട്, ആയിക്കോട്ടെ. അപ്പൊ ഒന്ന് ആദ്യം ഒരു വാക്കിലേക്ക് പറയാം. ഇത് കൈലി ചാനലല്ലേ? എന്റെ ചാനലാണ്. അല്ല, എല്ലാ ചാനലും ഇന്ത്യയാണ്. എനിക്ക് എന്റെ പേര് ഒരിക്കലും മറക്കാൻ കഴിയില്ല. മാമ്പഴം, സ്റ്റാർ വാർസ്, ദീപാഞ്ജലി, ഇതിലൊക്കെ കൈരളിയിലുണ്ടായിരുന്ന 1000 എപ്പിസോഡ് വായിച്ചിട്ടുള്ളൊരു ഭാഗ്യം കിട്ടിയതാണ്. അപ്പൊ എല്ലാവരും എല്ലാം നമ്മുടെ കുടുംബമാണ്. മാത്രമല്ല, എന്റെ പേര്, എന്റെ ഗുരുനാഥൻ തൃശ്ശൂർ ജനറൽ മാസ്റ്ററിന്റെ പേര് ഇട്ടത് തൃശ്ശൂർ കൃഷ്ണകുമാറാണ്. അത് മാറ്റിയത് കൈരളിയിലൂടെയാണ്. ആലങ്കുടി ലീലാകൃഷ്ണൻ. നീ തൃശ്ശൂർ കൃഷ്ണകുമാറല്ല, മാമ്പഴം കൃഷ്ണകുമാറാണ്. അതെ, വൈദ്യുതി സാറും പിന്നെ മാമ്പഴം. എനിക്കിഷ്ടമാണ് മാമ്പഴം. ഇതിലും മധുരമുള്ള പേര് വേറെ കിട്ടാനില്ല. അപ്പൊ നല്ല മധുരമുള്ള ഒന്നായിട്ടങ്ങ് പ്രത്യേകിച്ച് ഒരു മാമ്പഴക്കാലത്ത്. തെച്ചിമന്ദാരം തുളസി ഗംഭീരമായി അല്ലേ? പൂരത്തെക്കുറിച്ച് എന്താണ് പൂരത്തെക്കുറിച്ച് പറയാനുള്ളത്? തൃശ്ശൂരിന്റെ മണ്ണിൽ നമ്മൾ അതിനെക്കുറിച്ചാണല്ലോ പറയാനുള്ളത്. പൂരം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ദൃശ്യവിസ്മയം. നമുക്ക് പല സദ്യ എന്ന് പറയില്ലേ, സദ്യ പോലെയാണ്. കാരണം വെച്ചാൽ എല്ലാവിധ വിഭവങ്ങളും ഉൾക്കൊണ്ട് ഒരേ ഒരു ഉത്സവം തൃശ്ശൂർ പൂരമാണ്. അത് പൂരം എല്ലാം ഒന്നും തൃശ്ശൂർ പൂരം പ്രത്യേകിച്ചും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ മേളമുണ്ട്, പഞ്ചവാദ്യമുണ്ട്, ചെണ്ടമേളമുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അവിടെ കാണാം കുടമാറ്റം അല്ലേ, ദൃശ്യവിസ്മയങ്ങൾ. എന്നാൽ വെടിക്കെട്ട്, കരിമരുന്ന് പ്രയോഗം, അത് രാത്രിയാക്കാം അല്ലേ. ഇതെല്ലാം ചേർന്ന് ഇപ്പോൾ അവിയലും പാൽപ്പായസവും എല്ലാം പറഞ്ഞ 101 കൂട്ടം കയറിയുള്ള ഒരേ ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം. അതുകൊണ്ടാണ് വിശ്വപ്രസിദ്ധമായ പൂരമായിരിക്കുന്നത്. 229 വർഷമായി എന്നാണ് പറയണത്. അത് അതിന് മുമ്പുണ്ടായിരിക്കാൻ, പക്ഷേ ഒരു 96 അതെ, 229 വർഷമായിട്ട് ശക്തി നമ്പുരാൻ്റെ ശക്തമായ തീരുമാനമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം മതമൈത്രി. എല്ലാ ആളുകളും അതെ, തൃശ്ശൂർ പൂരത്തിൻ്റെ ഇപ്പോൾ കോലത്തിന്മേൽ മാല എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഇസ്മയിലായിരിക്കും ചെയ്യേണ്ടത്. വെടിക്കെട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ജോസഫ് ആയിരിക്കും. എഴുന്നള്ളിക്കുന്നത് നമ്പൂതിരി ആൾക്കാരായിരിക്കും. അങ്ങനെ എല്ലാം നമുക്ക് മതമൈത്രിയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ലോകമെമ്പാടും എവിടെ ചെന്നാലും ഇല്ലാത്ത നമ്മുടെ തൃശ്ശൂരിൽ മാത്രമല്ല, എൻ്റെ തൃശ്ശൂരിലേ ഉള്ളൂ. എൻ്റെ തൃശ്ശൂർ അത് ഞാൻ തൃശ്ശൂർക്കാരുണ്ട്. അതെ, അത് നമുക്കൊരു അതെ, ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ ഭാഷ പറഞ്ഞാൽ വേറെ സ്ഥലത്തും കാണാൻ പറ്റില്ല തേങ്ങ. ഇതുപോലൊരു വേറെ സ്ഥലത്തും കാണില്ല തേങ്ങ. ശരി, ഇദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. ആണോ? എന്താ പേരെന്താ? രാജേന്ദ്രനാഥ്. എങ്ങനെയുണ്ട് പൂരം? നന്നായി. ഞാനൊരു 98 മുതൽ പുള്ളി അറിയാം. അത് ആ വർഷം മുതൽ വരുന്നതാണ്. ആ വർഷം തൊട്ട് ഇവിടെ ഉണ്ട്. എല്ലാ വർഷവും വരാറുണ്ട്. 25 ഓരോ തവണ വരുമ്പോഴും പൂരം പുതിയതാണ്. ഓരോ സൗഹൃദങ്ങളും കിട്ടാറുണ്ട്. നല്ലതാ. ഒരു മതമൈത്രി, അതല്ലെങ്കിൽ ഈ വിവിധ മത സാമുദായികവുമായി ബന്ധപ്പെട്ട എല്ലാവരും വരുന്ന ഒരു ലോകം മൊത്തം തന്നെ വീക്ഷിക്കുന്ന, നിരീക്ഷിക്കുന്ന ഒരു വലിയൊരു പൂരമാണ്. വലിയ കൂട്ടായ്മ. തൃശ്ശൂരിന്റെ പുറത്തുനിന്ന് എല്ലാ വർഷവും തൃശ്ശൂർ പൂരം കാണാൻ വരുന്ന ഒരാളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എല്ലാ വർഷവും തൃശ്ശൂർ പൂരത്തിന്റെ ചടങ്ങുകളൊക്കെ ഒന്ന് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. സ്ഥിരം ആനകൾ വരുന്നു, സ്ഥിരം എലഞ്ഞിത്തറ മേളം കൂട്ടുന്നു, സ്ഥിരം കൂടമാറ്റം,
സ്ഥിരം പഞ്ചവാദ്യം. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു സാധനം എന്താണ്? നമുക്ക് എല്ലാ വർഷവും ഇവിടേക്ക് നിങ്ങൾ എത്തിക്കുന്ന കാരണം എന്താണ്? അതായത് ഓരോ തവണയും ആൾക്കാരുടെ പങ്കാളിത്തം കൂടുന്നുണ്ട്, ആഘോഷങ്ങൾ വ്യത്യസ്തമായി വരുന്നുണ്ട്, മനസ്സിലായി. അപ്പൊ അതിനകത്ത് ആൾക്കാർ ഇങ്ങനെ ഇതൊക്കെ സ്ഥിരമാണെങ്കിൽ ഓരോ വർഷം വരുമ്പോഴും പുതിയതായിട്ട് നമുക്ക് പൂരം അല്ല, അടുത്ത തവണ കാണാനുള്ളത് അല്ലേ? അടുത്ത തവണ കൂടുതൽ മെച്ചുണ്ടാവാം, കൂടുതൽ ആളുണ്ടാവാം, കൂടുതൽ പങ്കാളിത്തം ഉണ്ടാവാം. അങ്ങനെയൊക്കെ ഉള്ളത് മനസ്സിനകത്ത് ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ വരുന്നു. ആഘോഷങ്ങളല്ലേ അങ്ങനെ വരും. അപ്പൊ കാഴ്ചകൾ ഇങ്ങനെ മാറി മാറി വരികയാണ് തൃശ്ശൂർ പൂരത്തിന്റെ. ചെമ്പേസ്വാമി അല്ലെങ്കിൽ യേശുദാസ് ഗായകർ പാടുന്ന ഇന്ന് പാടിയ വാതാപ്പിയായിരിക്കും നാളെ പാടുക. സെയിം രാഗം, നിങ്ങൾ ചോദിച്ചിട്ട് പറയാം, സെയിം രാഗം സെയിം കീർത്തനം ഒരേ താളം. പക്ഷേ ഇന്ന് പാടിയതല്ല നാളെ പാടുക. അടുത്ത നിമിഷം പാടുന്നത് ഒരിക്കലും ഇപ്പോൾ ചെയ്തായിരിക്കില്ല. അതാണ് കലാകാരന്മാരുടെ പ്രത്യേകത. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വൈവിധ്യമാർന്ന കലാകാരന്മാർ, വിശ്വോത്തര പ്രസിദ്ധരായിട്ടുള്ള കലാകാരന്മാരാണ്. ഞങ്ങൾക്ക് പറയും മ്യൂസിക് അക്കാഡമിയിൽ വായിച്ചാൽ ഒരു കലാകാരൻ എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെയാണ് ഒരു വാദ്യ കലാകാരന് തൃശ്ശൂർ പൂരത്തിന് വായിച്ചാൽ അവന് പത്മശ്രീ അവാർഡാണ്. അവരുടെ ജീവനം നിറഞ്ഞു. ജീവൻ നിറഞ്ഞു. അത്രയും ഒരു അംഗീകാരമാണത് തൃശ്ശൂർ പൂരം. അത് ഓരോ ദിവസം നമ്മൾ ദേവി സദ്യ കഴിക്കുന്നില്ലേ, വ്യത്യാസമല്ലേ എന്ന് പറഞ്ഞ പോലെയാണത്.